നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പാലക്കാടും തൃശൂരിലും എത്തിയിരുന്നു. പാലക്കാടും തൃശൂരും BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത 80% ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 80% നിന്നും ഏകദേശം 95% ആ പ്രതീക്ഷ വളർന്നു എന്ന് വേണം കരുതാൻ. മോദിയുടെ ഈ ഒരു ആവേശം വോട്ടായി മാറുമോ എന്നൊരു സംശയം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മോദി കേരളത്തിലെ പ്രത്യേകിച്ചും പാലക്കാടിലെയും തൃശ്ശൂരിലെയും ഓരോ രാഷ്ട്രീയ കാര്യങ്ങളും വ്യക്തമായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് ചെന്നപ്പോൾ അവിടുത്തെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശിച്ചത്. നാരി ശക്തി അടക്കമുള്ള സ്ത്രീ സാക്ഷാത്കാര പ്രോഗ്രാമുകൾ BJPയുടെ ഒരു അഭിമാന പദ്ധതിയായി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നിശിതമായി തന്നെ വിമർശിച്ചിരിക്കുന്നത്. പാലക്കാട് MLA സ്ത്രീ സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിക്കുകയാണ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ രംഗത്ത്. പാലക്കാട് BJPയുടെ പൊതുസമ്മേളനത്തിലായിരുന്നു രാഹുലിനെ മോദി വിമർശിച്ചത്. ഈ വിമർശനത്തിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ കായിക താരങ്ങളായ വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയയും തങ്ങൾ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ രാജ്യം തലകുനിച്ചു നിന്ന നിമിഷങ്ങൾ പ്രധാനമന്ത്രി മറന്നോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അന്ന് കുറ്റാരോപിതനായ നിങ്ങളുടെ സുഹൃത്ത് ബ്രിഷ് ഭൂഷണെ ചേർത്തുപിടിച്ച് സംരക്ഷിച്ച ആളല്ലേ നിങ്ങൾ? ആ നിങ്ങളാണോ ഇപ്പോൾ ധാർമ്മികതയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ചോദിച്ചത്. BJPയിലെ മുതിർന്ന നേതാവായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ച ആരോപണങ്ങൾക്കും ഒരു കാലത്ത് മോദിയുടെ കടുത്ത അനുഭാവിയായിരുന്ന മധു പൂർണിമ കിഷോർ നടത്തിയ വെളിപ്പെടുത്തലുകൾക്കും പ്രധാനമന്ത്രി മറുപടി നൽകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2014 മുതൽ മധു കിഷോർ പ്രധാനമന്ത്രിയുമായി അകലം പാലിക്കുന്നതും പുസ്തകം നേരിട്ട് കൈമാറാൻ വിസമ്മതിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് നോക്കാം. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, പാലക്കാട് വന്ന് താങ്കൾ വല്ലാതെ വാചാലനായല്ലോ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ. സ്ത്രീ സുരക്ഷ എന്ന വാക്ക് ഉച്ചരിക്കാനെങ്കിലും നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ഈ ബജ്രാംഗ് പുനിയയും അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെ പറ്റി ഉന്നയിച്ചപ്പോൾ ഈ രാജ്യം തലകുനിച്ച് നിന്ന നാളുകൾ അങ്ങ് മറന്നാലും ഇന്ത്യ മറക്കില്ല. അന്നവർ ആരോപണം ഉന്നയിച്ച അങ്ങയുടെ സുഹൃത്ത് ബ്രിജ്ഭൂഷണെ ചേർത്തുപിടിച്ച് സംരക്ഷിച്ച ആളല്ലേ നിങ്ങൾ? ആ നിങ്ങളാണോ ധാർമ്മികതയെ പറ്റി പ്രസംഗിക്കുന്നത്? കർണാടകയിലെ അങ്ങയുടെ വിശ്വസ്തൻ യെദ്യൂരപ്പയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത് താങ്കൾ അല്ലേ? എന്നിട്ട് ഇത് പറയാൻ നാണമില്ലേ? അതും പോട്ടെ, അങ്ങ് ഇതൊക്കെ വന്ന് പറഞ്ഞ പാലക്കാട്ടെ BJPയുടെ മുഖ്യ സംഘാടകരില്ലേ? അവരുടെ കയ്യിലിരിപ്പിനെ പറ്റി എന്തേലും ബോധ്യം താങ്കൾക്ക് വേണ്ടേ? ഇതെല്ലാം പോട്ടെ, അങ്ങയുടെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവും രാജ്യസഭാ മെമ്പറുമായിരുന്ന സുബ്രഹ്മണ്യം സ്വാമിയും അങ്ങയെപ്പറ്റി ഉന്നയിച്ച ആരോപണത്തെപ്പറ്റി ഒരു വാക്ക് പ്രതികരിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അതും പോട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളിയും മോദി ഭക്തനുമായിരുന്ന നിങ്ങളെപ്പറ്റി പുസ്തകം വരെ എഴുതിയ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ മധു പൂർണിമ കിഷോർ കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പറ്റി പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും പ്രതികരണമുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളോട് അവർ 2014 മുതൽ അകലം പാലിക്കുന്നത് എന്നും നിങ്ങളെപ്പറ്റി എഴുതിയ ബുക്ക് നേരിട്ട് കൈമാറാത്തത് എന്തുകൊണ്ടാണ് എന്നും അവർ പറഞ്ഞതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ പറയാൻ ദേശീയ മാധ്യമങ്ങൾക്കും ചില മലയാള മാധ്യമങ്ങൾക്കും പേടി കാണും. എനിക്ക് പേടി നെഹി എന്ന് പറഞ്ഞാൽ നെഹി. മോദി ആദ്യം ആപ്കാ കണ്ണിലെ തൂമ്പ എടുക്കുകയോ, പിന്നെ മേരാ കണ്ണിലുണ്ട് എന്ന് ആരോപിക്കുന്ന കരട് എടുക്കുകേ. ദിസ് ഈസ് കേരള സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പോസ്റ്റ് ഏതായാലും രസകരമായി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. പക്ഷേ തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ മറുചോദ്യങ്ങൾ ചോദിച്ചല്ലോ നമ്മൾ നേരിടേണ്ടത്. തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ കൃത്യമായി മറുപടി പറഞ്ഞ് ആരോപണം വെറുമൊരു ആരോപണമായിരുന്നു എന്നും അല്ലെങ്കിൽ അത് തെളിവുകൾ സഹിതം നിരത്തി പറയേണ്ടതിന് പകരം തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത്ര ഭൂഷണമല്ല എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോടതികളിലൊക്കെ തന്നെ ആശ്വാസകരമായിട്ടുള്ള വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു ആത്മവിശ്വാസത്തിലും ആ ഒരു ധൈര്യത്തിലും തന്നെയാണ് രാഹുൽ ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട് പിടിക്കുന്നതിനിടയിൽ NDA പ്രവർത്തകർക്ക് ആവേശം പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ പാലക്കാട് എത്തിയ പ്രധാനമന്ത്രി കോട്ട മൈതാനത്തെ പൊതുവേദിയിൽ മലയാളത്തിലാണ് പ്രസംഗം ആരംഭിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിനീതമായ നമസ്കാരം എന്ന മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്.
കേരളത്തിൽ മാറ്റത്തിന് തുടക്കമായെന്നും ഇത്തവണ കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. NDAക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇതിന് തെളിവാണ്. കേരളത്തിലെ യുവാക്കളുടെ വിശ്വാസവും സ്ത്രീകളുടെ സ്നേഹവും NDAക്കൊപ്പമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൽപ്പാത്തി ക്ഷേത്രത്തിന് പ്രണാമം അർപ്പിച്ചാണ് മോദി തന്റെ പ്രസംഗം ആരംഭിച്ചത്. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേതനായ ശ്രീ വിശ്വനാഥ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച അദ്ദേഹം ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ചും പ്രണാമം അർപ്പിച്ചിരുന്നു. പാലക്കാടിന്റെ പ്രകൃതി സൗന്ദര്യം വർണ്ണിച്ച മോദി പാലക്കാട് കേരളത്തിലേക്കുള്ള BJPയുടെ കവാടമാണെന്നും കൽപ്പാത്തി കാശിക്ക് സമാനമാണെന്നും അഭിപ്രായപ്പെട്ടു. വികസനം മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും മാറാത്തതിനി മാറുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കൽപ്പാത്തിയെ കാശിയോട് ഉപമിച്ച മോദി വാരണാസിയിൽ നിന്നുള്ള അംഗമായ തനിക്ക് പാലക്കാട് ഏറെ പ്രിയപ്പെട്ടതാണെന്നും കൂട്ടിച്ചേർത്തു. ഇടത് വലത് മുന്നണികൾ കേരളത്തെ പിന്നോട്ടടിച്ചു. BJP അതിവേഗ വികസനം കേരളത്തിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP വരുന്നതിനെ ഇരു മുന്നണികളും ഭയക്കുന്നുവെന്നും CPM കോൺഗ്രസും തെരഞ്ഞെടുപ്പിൽ ഈ കഥകൾ ഉണ്ടാക്കുന്നുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. കേരളത്തിലെ മഹാന്മാരെ മോദി തന്റെ പ്രസംഗത്തിൽ പേരെടുത്ത് പരാമർശിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നീ മഹാ തേജസ്വികളെ ഞാൻ പ്രണാമം അർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. LDFനെതിരെയും കോൺഗ്രസിനെതിരെയും മോദി പ്രസംഗത്തിൽ തുറന്നടിച്ചു. പതിറ്റാണ്ടുകളായി UDFും LDFും കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കോൺഗ്രസുകാർ BJPയുടെ B ടീമാണെന്ന്. എന്നാൽ കോൺഗ്രസുകാരും ഇതേ വിമർശനം ഉന്നയിക്കുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ BJP A ടീമായി മാറുകയാണ്. രണ്ട് മുന്നണികളും ഭയക്കുന്നത് BJPയാണ് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. NDA അധികാരത്തിൽ വന്നാൽ മുൻ സർക്കാരുകൾ ചെയ്തികളെക്കുറിച്ച് അന്വേഷണം നടത്തും. BJP NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും മോദി പ്രതീക്ഷ അർപ്പിച്ചു. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രം സർക്കാർ എല്ലാം ചെയ്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഈ പണമെല്ലാം കട്ടുമുടിച്ചു. നിങ്ങൾക്ക് നൽകിയ പണമാണ് കൊള്ളയടിച്ചതെന്നും മോദി പറയുന്നു. എവിടെ ഇടതുഭരണം ഉണ്ടോ അവിടെയെല്ലാം ജനങ്ങൾ ഒഴിവാക്കി. ബംഗാളിലും ത്രിപുരയിലും അത് നമ്മൾ കണ്ടു. അതേ സംഭവം കേരളത്തിലും ആവർത്തിക്കാൻ പോവുകയാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പെൻഷനും ശമ്പളവും കൃത്യസമയത്ത് കൊടുക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് നൽകിയ വികസന പദ്ധതികൾ മോദി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. കേന്ദ്രത്തിൽ BJP സർക്കാർ ഉണ്ടായപ്പോൾ പാലക്കാട് IIT വന്നു. നാഷണൽ ഹൈവേയുടെ വികസനം നടന്നു. പാലക്കാട് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയായി എന്നും മോദി കൂട്ടിച്ചേർത്തു. പാലക്കാട് MLA സ്ത്രീ സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിക്കുന്നയാളാണെന്ന് മോദി പരിഹസിച്ചുകൊണ്ടാണ് തുറന്നടിച്ചത്.